ഇന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീരസൈനികൻ ലാൻസ് നായക് ആന്റണി സെബാസ്റ്റ്യന്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു വീഡിയോ കാണാം. അതിർവരമ്പുകളില്ലാത്ത രാജ്യസ്നേഹത്തിന്റെ അതിർത്തി കാക്കുവാൻ സ്വന്തം ജീവിതം സമർപ്പിച്ച ധീര സൈനികൻ ആന്റണി സെബാസ്റ്റ്യൻ. മൈക്കിൾ ഷീല ദമ്പതികളുടെ മകന് കുട്ടിക്കാലം മുതൽക്കേ പട്ടാള ജോലിയോടായിരുന്നു ഇഷ്ടം. 18-ാം വയസ്സിൽ സൈനിക യൂണിഫോം അണിയാൻ ആന്റണി സെബാസ്റ്റ്യന് കരുത്തും കരുതലുമായത് ഈ ഇഷ്ടം നിറവേറ്റാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും കഠിനാധ്വാനം. 2018 നവംബർ 12-ന് ജമ്മു പാകിസ്ഥാൻ അതിർത്തിയിൽ രാജ്യശത്രുക്കളുടെ ചതിയാക്രമണത്തിൽ വീരമൃത്യു വരിക്കുമ്പോഴും ആന്റണി സെബാസ്റ്റ്യന് സൈനിക ജോലിയോടുള്ള ഇഷ്ടം തെല്ലും നഷ്ടമായിരുന്നില്ല. ഭാര്യ അന്ന ഡയാന ജോസഫിന്റെയും മകൻ ഏതൻ മൈക്കിളിന്റെയും ഓർമ്മകളിൽ ആന്റണി സെബാസ്റ്റ്യൻ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ധീരതയുടെ പ്രതിരൂപമാണ്. ധീര സൈനിക, ഈ സംഗീതവേദിയിൽ ഞങ്ങളുടെ സാദര പ്രണാമം. മരണമില്ലാത്ത ആ ഓർമ്മകളിൽ. എനിക്ക് രണ്ട് മക്കളാണ്. മൂത്തത് മോളും ഇളയത് മോൻ ആന്റണി സെബാസ്റ്റ്യൻ. മോൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് മോൻ പട്ടാളത്തിൽ ചേർന്നത്. ഒരു ദിവസം പേപ്പർ കൊണ്ടുവന്നിട്ടും പറഞ്ഞ് പേപ്പറിൽ എറണാകുളത്തിൻ്റെ റാലി ഉണ്ട്, അതിനെനിക്ക് പോകണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച്, ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് മോനതിന് പോയത്. അത് പോയി ആദ്യ എല്ലാ ടെസ്റ്റും, അത് ഓട്ടവും ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ഇത്. അതിനെല്ലാം പാസ്സായി വന്ന് അങ്ങനെ ഓരോന്നോരോന്ന് പാസ്സായി റിട്ടേൺ ടെസ്റ്റും എല്ലാം കഴിഞ്ഞു. അപ്പോഴും അതിനു മുമ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല ഏതിനെങ്കിലും തോറ്റുപോയിട്ട് തിരിച്ചു പോരുമെന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. എല്ലാം പാസ്സായി. പിന്നെ അങ്ങനെ പട്ടാളത്തിൽ പോവുകയാണ്. മോനെ ഏറ്റവും ഇഷ്ടം ജമ്മുവാണ്. 3-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പം ജമ്മുവിലോട്ട് പോയത്. ഒരു പ്രാവശ്യം വേറെ സ്റ്റേറ്റിലേക്ക്, ഗുജറാത്തിലാണോ രാജസ്ഥാനാണെന്ന് ഓർക്കണില്ല, കിട്ടിയിട്ട് അവിടെ വേണ്ട, എനിക്ക് ജമ്മുവിൽ തന്നെ പോകണമെന്നും പറഞ്ഞ് രണ്ടാമത് പോയത്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. പിന്നെ ഇത് 3-ാമത് പോയത് ലാസ്റ്റ് യൂണിറ്റ് അവിടെ ഇരുന്നവരുടെ. അന്ന് വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ അറിയുന്നത് 8-7 മണി. ഞങ്ങൾ അറിയുന്നത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് അറിയുന്നത്. പിന്നെ ചേട്ടന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലാണെന്നാണ് അറിയുന്നത്. എന്നിട്ട് പിന്നെ അപ്പം തന്നെ മമ്മിയുടെ ബ്രദറിനെ വിളിച്ചു സംസാരിച്ചു. അപ്പം അവർ യൂണിറ്റിൽ നിന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു വീട്ടിലോട്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ ചേട്ടനെ വിളിച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻ ബ്രദറിനെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ആയി. ഞങ്ങൾ പിന്നെ അറിയുന്നത് ഒരു 10 മണിയായപ്പോഴാണ് ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയെന്ന് അറിയുന്നത്. ചേട്ടൻ 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസത്തിന് ലീവിന് വരുമ്പോൾ വീട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എപ്പോഴും വീട്ടിലെല്ലാവരും തന്നെ, എല്ലാ കസിൻസ് എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടും. വന്നു കഴിഞ്ഞാൽ, ലീവിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ തന്നെ പോയി അവരോട് എന്താണ് പറയണ്ട, അവരോട് എപ്പോഴും നമ്മുടെ ഒരു പ്രകടനമല്ല എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. അവരുടെ കാര്യങ്ങളെല്ലാം കൂടുതൽ ഞങ്ങൾ അറിയാറില്ല. ചിലപ്പോ ഞാനും മമ്മിയും വീട്ടില് നമ്മുടെ നാട്ടില് എന്ന് വെച്ചാൽ വിശേഷങ്ങൾ തന്നെ, നമ്മുടെ ബന്ധുക്കളുടെ വിശേഷം ചിലപ്പോ ചേട്ടൻ പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ അറിയുന്നത്. എന്ന് വെച്ചാൽ ഈ യൂണിറ്റിൽ ഇരിക്കുമ്പോ തന്നെ എല്ലാവരോടും വളരെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
അതേപോലെ തന്നെ അവിടെയും യൂണിറ്റിൽ 70 ഫീൽഡ് റെജിമെൻറ്റിലായിരുന്നു ചേട്ടൻ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അവിടെ യൂണിറ്റിലും തന്നെ എല്ലാവർക്കും തന്നെ ചേട്ടനോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയായിരുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ എന്ന് പറയത്തില്ല, എല്ലാം ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ചേട്ടന്. ഇപ്പോഴും ചേട്ടൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നവംബർ 12 രാവിലെ ആയിരുന്നു ചേട്ടയുടെ ഡ്യൂട്ടി. ഉച്ചയായപ്പോൾ ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അടുത്ത ആള് ഡ്യൂട്ടിക്ക് കയറിയ സമയത്തായിരുന്നു അറ്റാക്ക് ഉണ്ടായത്. ഞാൻ കേട്ടത് അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അല്ലേ, ബൈ പാകിസ്ഥാൻ. അതെ, പാകിസ്ഥാൻകാരുടെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രകോപനമില്ലാതെ ഉള്ള ഫയറിംഗ് ആയിരുന്നു. അതെ, അത് റിട്ടയർമെന്റ് മാർച്ചിൽ 2019 മാർച്ചിൽ റിട്ടയർമെന്റ് അതിന്റെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണായിരുന്നു. വേറൊരു സാറ്, ആ സാറിന്റെ പേര് മാരിമുത്തു എന്നാണ് സാറിന്റെ പേര്. ആ സാറിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ആ സാറിനാണ് ആദ്യം ഷൂട്ട് ഏറ്റത്. ഉള്ളം കൈയിലായിരുന്നു. ഇങ്ങനെ സൈഡിൽ കൂടി പുറത്തുകൂടി. അപ്പൊ ആ സാറിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് നേരെ ഓടിച്ചെന്ന് ആ സാറിനെ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് ഏറ്റത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ സെക്കൻഡിൽ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.